എല്ലാവരും ഫലസ്തീനൊപ്പം എന്നതാണ് 3 ദിവസം നീണ്ടുനിൽക്കുന്ന ഒന്നാമത് ഫലസ്തീൻ ഹ്യൂമാനിറ്റേറിയൻ സമ്മേളനത്തിന്റെ പ്രമേയം. ഖത്തർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുല്ല ബിൻ നാസർ ബിൻ ഖലീഫ അൽ താനിയുടെ രക്ഷാധികാരത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത് ഖത്തർ ചാരിറ്റിയാണ്. ഇസ്രായേൽ സേന ഇടിച്ചു നിരത്തിയ ഗസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിനായി 20 ദശലക്ഷം റിയാൽ കൂടി നൽകാൻ തീരുമാനിച്ചതായി ഖത്തർ ചാരിറ്റി ചെയർമാൻ യൂസുഫ് ബിൻ അഹമ്മദ് അൽ കുവാരി പ്രഖ്യാപിച്ചു. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഖുദ്സിലെയും ജനങ്ങൾക്ക് പുറമെ ലെബനോണിലെയും ജോർദാനിലെയും സിറിയയിലെയും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഫലസ്തീൻ അഭയാർത്ഥികൾക്കും ഗുണകരമാവുന്ന പദ്ധതികളാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നതെന്ന് സമ്മേളന പ്രതിനിധികൾ പറഞ്ഞു. I believe this conference is very important in the support of the Palestinian people because it will concentrate its work for the Gaza Strip, for the West Bank, for Al-Quds and the refugees, Palestinian refugees either being in Lebanon or Jordan or Syria. 27 രാജ്യങ്ങളിൽ നിന്നായി 60-ലധികം സന്നദ്ധ സംഘടനകളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഖത്തർ ഔക്കാഫ് ഇസ്ലാമിക കാര്യമന്ത്രി അടക്കം നിരവധി പ്രമുഖർ അതിഥികളായെത്തി. സമ്മേളനത്തിന്റെ സമാപന ദിവസം ഖത്താറയിൽ ഫലസ്തീൻ കലാകാരന്മാരുടെ പാരമ്പര്യ കലാരൂപങ്ങളും അരങ്ങേറും. ഗസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിനായി ഖത്തർ ചാരിറ്റി തുടങ്ങിവെച്ച ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് ഈ മാനവിക സമ്മേളനം. ഇതിനകം ബഹുമുഖ പദ്ധതികളാണ് ഖത്തർ ചാരിറ്റി ഗസയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദോഹയിലെ മാനവിക സമ്മേളന വേദിയിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1.